ലോറൻസ്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കലുഷിതമായ ദിനങ്ങളിൽ മണൽക്കാറ്റും രക്തച്ചൊരിച്ചിലും നിറഞ്ഞ മധ്യേഷ്യൻ മരുഭൂമിയിൽ ഒരു ബ്രിട്ടീഷുകാരന്റെ നിഴൽ വീണു. അദ്ദേഹം സൈനികനായിരുന്നു, അതേസമയം ഒരു പുരാവസ്തു ഗവേഷകനും പണ്ഡിതനും. അദ്ദേഹത്തിന്റെ പേര് തോമസ് എഡ്വേർഡ് ലോറൻസ്. ചരിത്രം അദ്ദേഹത്തെ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് അടയാളപ്പെടുത്തി. ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ അറബ് ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് ഒരു വൻ കലാപം നയിച്ച മരുഭൂമിയിലെ സിംഹമായിരുന്നു അദ്ദേഹം. ലോറൻസിന്റെ കഥ ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നായിരുന്നില്ല, മറിച്ച് മണൽക്കൂനകൾക്കും പ്രാചീന സംസ്കാരങ്ങൾക്കും പേരുകേട്ട സിറിയയിൽ നിന്നായിരുന്നു. യുദ്ധത്തിനു മുമ്പ് അദ്ദേഹം അവിടെ മണ്ണുകുഴിച്ച് പുരാതന അവശിഷ്ടങ്ങൾ തേടി നടന്നു. ഈ യാത്രകൾ അദ്ദേഹത്തിന് അറബ് ജനതയുടെ ജീവിതരീതികളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് നൽകി. ഈ അറിവാണ് പിന്നീട് ചരിത്രത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയോടൊപ്പം ചേർന്നു. ഓട്ടോമൻ ഭരണത്തിൻ കീഴിലായിരുന്ന അറബ് ജനതയാകട്ടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ദാഹിച്ചിരുന്നു. ഈ സാഹചര്യം ബ്രിട്ടൻ മുതലെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കെയ്റോയിലെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ലോറൻസ് അറബ് കലാപത്തെ പിന്തുണയ്ക്കാൻ നിയോഗിക്കപ്പെടുന്നത്. അറബ് ജനതയെ നയിക്കാൻ നിയുക്തനായത് ഷെരീഫ് ഹുസൈൻ ഇബ്ൻ അലിയുടെ മകനായ ഫൈസൽ രാജകുമാരനായിരുന്നു. ഫൈസലിന്റെ അടുത്തെത്തിയ ലോറൻസ് വെറുമൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നില്ല. അദ്ദേഹം അറബ് വസ്ത്രങ്ങൾ ധരിച്ചു, അവരുടെ ഭക്ഷണം കഴിച്ചു, അവരുടെ ഭാഷ സംസാരിച്ചു. താൻ അവരുടെ ഒരാളാണെന്ന് അദ്ദേഹം അവരെ വിശ്വസിപ്പിച്ചു. ഇത് അറബ് ഗോത്രങ്ങൾക്കിടയിൽ പരസ്പരം നിലനിന്നിരുന്ന അകൽച്ച മാറ്റാൻ സഹായിച്ചു. ഗറില്ലാ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ. ഓട്ടോമൻ സൈന്യത്തിന് ആധുനിക ആയുധങ്ങളും മികച്ച പരിശീലനവുമുണ്ടായിരുന്നു. അവരുമായി ഒരു നേർക്കുനേർ യുദ്ധം ആത്മഹത്യാപരമാണെന്ന് ലോറൻസിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരുഭൂമിയിലെ പ്രേതയുദ്ധം എന്ന തന്ത്രം ആവിഷ്കരിച്ചു. ഗറില്ലാ യുദ്ധം. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ജീവനാഡിയായിരുന്നു ഹിജാസ് റെയിൽവേ. ദമാസ്കസിൽ നിന്ന് മദീനയിലേക്ക് സൈനികരെയും സാധനങ്ങളുമെത്തിക്കുന്ന ഈ റെയിൽവേ തകർക്കുക എന്നതായിരുന്നു ലോറൻസിന്റെ പ്രധാന ലക്ഷ്യം. അദ്ദേഹവും അറബ് പോരാളികളും മിന്നൽ വേഗത്തിൽ റെയിൽവേ പാളങ്ങൾ തകർത്തു, ട്രെയിനുകൾക്ക് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തി. ഇത് ഓട്ടോമൻ സൈന്യത്തെ വലച്ചു. റെയിൽവേ സംരക്ഷിക്കാൻ അവർക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കേണ്ടി വന്നു. ഇത് അവരുടെ ശക്തി ക്ഷയിപ്പിച്ചു. അക്കബയുടെ വീഴ്ച. മരുഭൂമിയിലെ ഇതിഹാസം. ലോറൻസിന്റെ തന്ത്രപരമായ ബുദ്ധിയുടെ ഉത്തമോദാഹരണമായിരുന്നു 1917 അക്കബ തുറമുഖത്തിന്റെ പിടിച്ചടക്കൽ. ചെങ്കടലിലെ ഈ തന്ത്രപ്രധാനമായ തുറമുഖം ഓട്ടോമൻ സൈന്യത്തിന് വലിയൊരു ശക്തികേന്ദ്രമായിരുന്നു. കടൽമാർഗം ആക്രമിക്കുന്നത് ദുഷ്കരമായിരുന്നു. എന്നാൽ ലോറൻസ് മറ്റൊരു വഴി കണ്ടെത്തി. അദ്ദേഹം ചെറിയൊരു അറബ് സൈന്യവുമായി മരുഭൂമിയിലൂടെ സാഹസികമായൊരു ദൂരം താണ്ടി ഓട്ടോമൻ സൈന്യം പ്രതീക്ഷിക്കാത്ത കരഭാഗത്തുനിന്ന് അക്കബയെ ആക്രമിച്ച് കീഴടക്കി. ഇത് ഓട്ടോമൻ സൈന്യത്തെ ഞെട്ടിച്ചു. ഈ അവിശ്വസനീയമായ വിജയം അറബ് കലാപത്തിന് വലിയൊരു വഴിത്തിരിവായി. ലോറൻസ് എന്ന പേര് മരുഭൂമിയിലെങ്ങും മുഴങ്ങി. ദമാസ്കസ് പ്രവേശനം. ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഒടുവിൽ ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കാറായപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകരാൻ തുടങ്ങി. ലോറൻസും ഫൈസലും നയിച്ച അറബ് സൈന്യം മുന്നേറി. 1918 ഒക്ടോബർ 1 അവർ ദമാസ്കസിൽ പ്രവേശിച്ചു. ഇത് അറബ് ജനതയുടെ ദീർഘകാലത്തെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു. മരുഭൂമിയിലെ സിംഹത്തിന്റെ വിജയം ലോകം മുഴുവൻ ആഘോഷിച്ചു. ഒരു സങ്കീർണമായ പാരമ്പര്യം. എന്നാൽ യുദ്ധാനന്തരം കഥയ്ക്ക് ഒരു ദുഃഖകരമായ അധ്യായമുണ്ടായി. ബ്രിട്ടനും ഫ്രാൻസും അറബ് പ്രദേശങ്ങളെ തങ്ങൾക്കിടയിൽ പങ്കിടുന്ന രഹസ്യ ഉടമ്പടികൾ സൈക്സ് പൈക്കോട്ട് കരാർ പുറത്തുവന്നു. ഇത് ലോറൻസിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ പോരാടിയ അറബ് സ്വാതന്ത്ര്യം തകർക്കപ്പെട്ടതിൽ അദ്ദേഹം നിരാശനായിരുന്നു. യുദ്ധത്തിനുശേഷം ലോറൻസ് പ്രശസ്തിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം എന്ന തന്റെ ആത്മകഥയിൽ അദ്ദേഹം ഈ അനുഭവങ്ങളെക്കുറിച്ച് എഴുതി. 1935 ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ലോറൻസ് ഇന്നും ചരിത്രത്തിലൊരു പ്രഹേളികയാണ്. ഒരു വശത്ത് അദ്ദേഹം അറബ് ജനതയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ ഒരു വീരനായകൻ, മറുവശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്കുവേണ്ടി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ. എങ്കിലും മരുഭൂമിയിലെ മണലാരണ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും രൂപപ്പെടുത്തിയ തന്ത്രങ്ങളും ലോകചരിത്രത്തിൽ ഒരു മായാത്ത അധ്യായം കുറിച്ചു.